നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനും അവിടുത്തെ വചനം കേൾക്കാനും നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ മുഖത്ത് നോക്കി യേശുവിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ശാന്തത എന്ന പുണ്യം നമുക്കുണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മളിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഈ ദിവസം യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ സർവസ്വവുമാണ്, യേശു എൻ്റെ നാഥനാണ്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ 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 എൻ ദൈവമേ, എൻ ദൈവമേ, യേശുവേ യേശുവേ എൻ സ്നേഹമേ, സ്നേഹത്തോടെ പാടാം. യേശുവേ 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 സ്നേഹം എൻ നാഥനേ, സ്നേഹത്തോടെ യേശുവേ ഹൃദയം തുറന്ന് എൻ ദൈവമേ, യേശുവേ 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 എൻ സ്നേഹമേ, മനസ്സ് തുറന്ന് യേശുവേ, യേശുവേ ശാന്തശീലനായ യേശുവേ, യേശുവേ വിനീത ഹൃദയനായ യേശുവേ, യേശുവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ശാന്തശീലനായ യേശുവേ, വിനീത ഹൃദയനായ യേശുവേ, ഞങ്ങളുടെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മുഖത്ത് നോക്കി അവിടുത്തെ ഒരു വലിയ ഗുണം സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹൃദയശാന്തതയും, രണ്ട് ശാന്ത സ്വഭാവമാണ്, വിനീത ഹൃദയമാണ്. അവിടുത്തെ വിനീത ഹൃദയവും അവിടുത്തെ ശാന്ത സ്വഭാവവും അവിടെ നിന്ന് പഠിക്കാൻ അവിടുന്ന് നമ്മോട് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും അതിന് എതിരായി നമ്മളിൽ ഉണ്ടാകുന്ന കോപം എന്ന ഒരു വികാരത്തെ ഒന്ന് കീഴടക്കാനും യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന ആ സ്നേഹവും ആ ശാന്ത സ്വഭാവവും സ്വന്തമാക്കാനും നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസിൻ്റെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സെന്റ് പോൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു: കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സെന്റ് പോൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. കോപം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വികാരമാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നു, കോപിക്കുന്നു. അതൊരു പാപമല്ല, അത് പാപത്തിലേക്ക് നമ്മളെ ആനയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. കോപം നീണ്ടുപോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കോപം നീണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സാത്താൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താൻ അവസരം കൊടുത്താൽ സാത്താൻ്റെ പ്രത്യേകത, അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കും. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു പ്രകാരം പറയുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. പിശാച് കൊല്ലാൻ, മോഷ്ടിക്കാൻ, നശിപ്പിക്കാൻ.
നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ശാന്ത സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളെല്ലാം എടുത്തും മാറ്റുവാൻ വേണ്ടി പിശാച് വരും. ഏത് രീതിയിലാണ് വരുന്നത്? കോപത്തെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥായിയായി നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ ഭാര്യയും ഭർത്താവും പറഞ്ഞൊരു കാര്യം ഇതാണ്: 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലമായി അവർ പരസ്പരം വെറുപ്പിലും വിദ്വേഷത്തിലും കോപത്തിലും കഴിയുകയാണ്. ഒരു നിസ്സാരമായ കാര്യം അവരുടെ ജീവിതത്തിലുണ്ടായി. ആ ഒരു കാര്യത്തെ ചൊല്ലി രണ്ടുപേരും നമ്മൾ വഴക്കിട്ടതിന് ശേഷം രണ്ടുപേരും അത് ആ കോപം മനസ്സിൽ വെച്ച് സൂക്ഷിച്ചു. കോപം നീണ്ടുപോയി. രമ്യതയിലേക്ക് അവർ കടന്നു വന്നില്ല. കോപം നീണ്ടുപോയപ്പോൾ സംഭവിച്ചത്, അവരുടെ ജീവിതത്തിലേക്ക് സാത്താൻ പ്രവേശിച്ചു. അവരുടെ കുടുംബ ജീവിതത്തെ സാത്താൻ നശിപ്പിച്ചു. രണ്ടുപേരും 2 മുറിയിൽ താമസിക്കുന്നു. ഒരു പുരയിലാണ് താമസിക്കുന്നതെങ്കിലും പരസ്പരം സ്നേഹമോ ഐക്യമോ ഇല്ലാത്ത രീതിയിൽ അവരുടെ ജീവിതത്തെ പിശാച് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവസരം കൊടുത്താൽ അവൻ വരും. അവൻ വന്നാൽ നശിപ്പിക്കും, അവൻ വന്നാൽ മോഷ്ടിക്കും, അവൻ വന്നാൽ കൊന്നുകളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. സാത്താൻ ഒരിക്കലും അവസരം കൊടുക്കരുത്. സാത്താൻ അവസരം കൊടുക്കാതിരിക്കാൻ വലിയ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊക്കെയുള്ള ആ കോപത്തിൻ്റെ ആ ഭാവങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നമുക്ക് കൊടുക്കാം. അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന രക്തം കൊണ്ട് നമ്മുടെ കോപസ്വഭാവമൊക്കെ കഴുകിക്കളയാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ആത്മീയ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ. ഈ കോപത്തിൽ നിന്ന് വിടുതല പ്രാപിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു തന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ചുണ്ടിൽ കുരിശ് വരയ്ക്കുക എന്നുള്ളതാണ്. കോപം വിട്ടുപോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ കാര്യം. ചുണ്ടിൽ കുരിശ് വരയ്ക്കുക. വിശ്വാസത്തോടെ കോപത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോകും. രണ്ടാമത്തെ കാര്യം, യേശു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. വലിയ വ്യത്യാസം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, യേശുവിൽ നിന്ന് പഠിക്കാൻ യേശു പറഞ്ഞ കാര്യങ്ങൾ. ഹൃദയ ശാന്തതയും എളിമയുമുള്ള യേശുവേ, എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥന, അത് ഹൃദയത്തിൽ നിന്നും നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. നാലാമത്തെ കാര്യം, യേശുവിൻ്റെ നാമത്തിൽ കോപത്തിന് ദുരാത്മാവ് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ വ്യത്യാസം, വലിയ അഭിഷേകം, വലിയ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കോപത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോയി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, മുൻകോപത്തിൻ്റെ എല്ലാ അശുദ്ധിയും നമ്മളിന്ന് വിട്ടുപോയി യേശുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന ആ ശാന്ത സ്വഭാവം, വിനീതമായിട്ടുള്ള ഹൃദയം നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറക്കരുത്, മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. ശാന്തത എന്നുള്ളത് ഒരു ബലഹീനതയല്ല, അതൊരു ശക്തിയാണ്, അതൊരു അഭിഷേകമാണ്, ഒരു കഴിവാണ്. ശാന്തശീലനായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ഹൃദയ ശാന്തതയും എളിമയുമുള്ള യേശുവേ, അങ്ങയിൽ നിന്ന് പഠിക്കാൻ കൽപ്പിച്ച യേശുവേ, ഇതാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ആ ശാന്ത സ്വഭാവത്തിൻ്റെ ഒരംശം ഞങ്ങൾക്ക് നൽകണമേ. തമ്പുരാനെ, നിന്റെ മുഖത്തു നിന്ന് പഠിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ഹൃദയത്തിൽ വിളങ്ങിയിരുന്ന ആ ശാന്ത സ്വഭാവം സ്വന്തമാക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ സമാധാനവും നിന്റെ ശാന്തതയും നിന്റെ സ്വസ്ഥതയും നൽകണമേ. എൻ്റെ കുടുംബത്തിൽ തിരുക്കുടുംബത്തിൻ്റെ ശാന്തതയും സമാധാനം ഉണ്ടാകാൻ ഇടയാകണമേ. നമുക്ക് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ശാന്ത സ്വഭാവം, സൗമ്യമായ ഭാവം നമുക്കെല്ലാം ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശാന്തതയുടെയും എളിമയോടെ പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയുടെയും നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടിനെ നാഥന് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ശാന്തതയുടെയും സ്വസ്ഥതയുടെയും ഇരിപ്പിടമാകട്ടെ. ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കോപത്തിന്റെ തിന്മ വിട്ടുപോയി ശാന്തത ഉണ്ടാകട്ടെ. യേശുവേ, കർത്താവേ, ശാന്തത കൊണ്ട് നിറയ്ക്കണമേ. ശാന്തത കൊണ്ട് അഭിഷേകം ചെയ്യണമേ.
നസ്രത്തിലെ വീട്ടിലുണ്ടായിരുന്ന സമാധാനം എൻ്റെ കുടുംബത്തിന് നൽകണം യേശുവേ. എൻ്റെ കുടുംബത്തിലേക്ക് സമാധാനം നൽകണം യേശുവേ. ദാഹിച്ചു പ്രാർത്ഥിക്കട്ടെ യേശുവേ. യേശുവേ, ചേർന്ന് അവിടുത്തെ സ്തുതിച്ച് അവിടുത്തെ സ്വഭാവം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കോപത്തിന് ദുരാത്മാവ് വിട്ടുപോകട്ടെ. യേശുവിൻ്റെ ശാന്ത സ്വഭാവം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. ശാന്തതയുടെ അഭിഷേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ശാന്ത സ്വഭാവം കൊണ്ട് ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. എല്ലാ മാതാപിതാക്കന്മാരും ഈ പ്രാർത്ഥനയോട് ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എല്ലാ അധ്യാപകന്മാരും ഗുരുഭൂതന്മാരും വൈദികരും മധ്യസ്ഥ അഭിഷേകം ലഭിച്ച സകലരും ഇപ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിദ്യാർത്ഥിനികൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റേതായ അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ കഴിഞ്ഞ 2007 SLC ബാച്ചിൽ പരീക്ഷ എഴുതിയ ഒരു കുട്ടിക്ക് ഉണ്ടായ അത്ഭുതത്തെക്കുറിച്ചാണ് ഈ സാക്ഷ്യം നമുക്ക് എഴുതി കിട്ടിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള A.A. തോമസും സോജയും ചേർന്നാണ് മകന് വേണ്ടി ഈ സാക്ഷി എഴുതിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ SLC പരീക്ഷയിൽ ഞങ്ങളുടെ മകൻ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഞങ്ങൾ സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഈശോയുടെ സന്നിധിയിൽ ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിൽ സഗിയോന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മകൻ അഗസ്തീനോ റിസൾട്ട് വന്നപ്പോൾ നല്ല വിധത്തിൽ ഉയർന്ന റിസൾട്ടോടെ പാസ്സായി. മാത്രമല്ല ഉടനെ തന്നെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ അവന് +2 അഡ്മിഷനും കിട്ടി. അങ്ങനെ ഞങ്ങളുടെ കുടുംബം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പഠനത്തിൽ നല്ല റിസൾട്ടും കിട്ടി, പെട്ടെന്ന് അഡ്മിഷനും കിട്ടി. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് രശ്മി. 2005 നേഴ്സിംഗ് കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നെങ്കിലും ഒരു സ്ഥലത്തും കിട്ടിയില്ല. നിരാശപ്പെട്ടിരുന്ന ഞാൻ അവസാനം IELTS പഠിക്കാൻ തീരുമാനിച്ചു. അവിടെയും ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ. അപ്പോൾ 3 മാസത്തെ പഠനത്തിന് ശേഷം പരീക്ഷ എഴുതാൻ ശ്രമിച്ചെങ്കിലും വളരെ പ്രയാസം. അപ്പോൾ സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്ക് IELTS പരീക്ഷ നന്നായി പഠിച്ച് എഴുതാനും നല്ല റിസൾട്ടോടെ പാസ്സാകാനും സാധിച്ചു. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന ഉടനെ ജോലിയും ലഭിച്ചു. രശ്മി സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2007 ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ പരാജയം ഉണ്ടായി. ആ കുട്ടിക്ക് മോഡൽ എക്സാമിന് ഒരു വിഷയത്തിന് പോലും ഒരു B+ പോലും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടി തകർന്നു. ആ കുട്ടിയുടെ അമ്മ അതിനെ ആശ്വസിപ്പിച്ചു. മോളെ, നിനക്കൊരു ധ്യാനകേന്ദ്രത്തിലേക്ക് പോകാൻ പൈസ ഇല്ലെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്. എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിൽ 8:30 അഭിഷേക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതിൽ സഗിയോൺ ടീമിൻ്റെ പ്രാർത്ഥനയുണ്ട്. നീ ആരാധനയുടെ സമയത്ത് നീ നിൻ്റെ പുസ്തകം എടുത്ത് വന്ന് ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ആ കുട്ടി അമ്മയുടെ വാക്കുകൾ വിശ്വസിച്ച് ആ കുട്ടിയുടെ മുഴുവൻ പാഠപുസ്തകങ്ങളെടുത്ത് ഷാലോം ചാനലിൽ ഞായറാഴ്ച 8:30 സംപ്രേഷണം ചെയ്യുന്ന അഭിഷേക് പ്രോഗ്രാമിൽ ആ കുട്ടി മുട്ടുകുത്തിയെന്ന് ആരാധന സമയത്ത് യേശുവേ, എനിക്ക് പഠിക്കാൻ കഴിവില്ല, എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് അതിനുശേഷം നന്നായി പഠിക്കാനുള്ള കൃപ തെളിഞ്ഞു കിട്ടി. അങ്ങനെ കുട്ടി സാധിക്കുന്ന പോലെ പഠിച്ചു, പരീക്ഷ എഴുതി. 2007 മെയ് മാസത്തിൽ റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടിക്ക് 8 വിഷയത്തിന് A+ മാർക്ക്, ഒരു വിഷയത്തിന് A ഗ്രേഡ്, മറ്റൊരു വിഷയത്തിന് B+ മാർക്ക്. അങ്ങനെ നല്ല റിസൾട്ടോടെ ആ കുട്ടി 2007 ബാച്ചിൽ നല്ല റിസൾട്ടോടെ പാസ്സായി. ആ കുട്ടി ഇന്ന് ഉയർന്നൊരു വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
വിദ്യാർത്ഥിനികൾ കൊണ്ടുള്ള പ്രാർത്ഥന ദൈവാനുഗ്രഹം വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും, പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ഈ സമയത്ത് എല്ലാ ദൈവമക്കളും മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കുക. സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, കോളേജുകളിൽ പഠിക്കുന്നവരുണ്ട്, ILTS-നും CGFNS-നും അതുപോലെ ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മേഖലകൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. അഡ്മിഷൻ കിട്ടാത്തവർ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻ്റർവ്യൂവിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഇൻ്റർവ്യൂ നല്ല വിധത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഉയർന്ന ഉപരി പഠനങ്ങൾ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ അതിനുവേണ്ടി നന്നായിട്ട് ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ സഹിയോൻ ടീം ലോകമെമ്പാടുമുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഓരോ കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പഠിക്കാൻ തടസ്സമായി രോഗങ്ങളുള്ളവരുണ്ട്, പഠിക്കാൻ തടസ്സമായി ബുദ്ധിശക്തി കുറവുള്ളവരുണ്ട്, പഠിക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോകുന്നവരുണ്ട്, കുടുംബ കലഹ നിമിത്തം സ്കൂളിൽ പോകാൻ പറ്റാത്തവരുണ്ട്, മാതാപിതാക്കന്മാരുടെ വൈരാഗ്യ കലഹ പ്രകൃതി നിമിത്തം കുടുംബത്തിലെ അസമാധാന നിമിത്തം പഠിച്ചിട്ടൊന്നും മനസ്സിലാകാത്തവരുണ്ട്, ജന്മന ബുദ്ധി കുറഞ്ഞ കുട്ടികളുണ്ട്, പഠിക്കാൻ പോകുമ്പോൾ വേണ്ടത്ര ഭക്ഷണമില്ല, ദാരിദ്ര്യ നിമിത്തം സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്, ദാരിദ്ര്യ നിമിത്തം ഉപരിപഠനത്തിന് പോകാൻ പറ്റാത്തവരുണ്ട്. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് അപ്പൻ്റെ മദ്യപാനം, അപ്പൻ്റെ ദാർഷ്ട്യ സ്വഭാവം, അപ്പൻ്റെ കോപം, ഇത് നിമിത്തം പഠനം മുടങ്ങിക്കിടക്കുന്നവരുണ്ട്. കുടുംബത്തിൽ അനർത്ഥങ്ങൾ, കുടുംബത്തിൽ മരണം, കുടുംബത്തിൽ രോഗം, തുടർച്ചയായി കുടുംബത്തിൽ പകർച്ചവ്യാധികൾ, ഇത് നിമിത്തം സ്കൂളിൽ പോകാൻ പറ്റാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ മക്കൾക്കും വേണ്ടി ഇപ്പോൾ സഹിയോൻ ടീം പ്രാർത്ഥിക്കുകയാണ്. ഈ ടീമിനോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനക്കാരും, വൈദികരും, സിസ്റ്റേഴ്സും, വിദ്യാർത്ഥിനികൾക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 2 കരങ്ങളും ഓരോ കുട്ടിയും ഓരോ വിദ്യാർത്ഥിയും 2 കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് യേശുവിനെ വിളിക്കുക. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് രാജാതി വസിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സർവശക്തനായ യേശുവേ, സകലരെയും അനുഗ്രഹിക്കുന്ന യേശുവേ, കുഞ്ഞുങ്ങളോട് വാത്സല്യമുള്ള യേശുവേ, ശിശുക്കൾ എൻ്റെ അടുത്ത് വരെ അനുവദിക്കുവിൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ യേശുവേ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ, 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 അവിടുന്ന് വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ഭുതകരമായി വസിച്ച് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ വിദ്യാർത്ഥികളും പ്രാർത്ഥിക്കട്ടെ, എല്ലാ ഗുരുബോധന്മാരും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവേ, രാജാവേ, വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, ഭയമെല്ലാം മാറും, ഭയം വിട്ടുപോകട്ടെ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, ബുദ്ധിശക്തി വർദ്ധിക്കട്ടെ, ഓർമ്മശക്തി ലഭിക്കട്ടെ, പരീക്ഷ ഭയം മാറിപ്പോകട്ടെ, പരാജയപ്പെടുന്ന കുട്ടികൾക്ക് വിജയം ഉണ്ടാകട്ടെ. വികൃതി സ്വഭാവങ്ങൾ സൽസ്വഭാവങ്ങളായി മാറട്ടെ, വികട ചിന്തകൾ സൗഖ്യപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ഇതാ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു, ഇതാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ഇതാ കുട്ടികൾ സൗഖ്യം പ്രാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുട്ടികളുടെ മേലുള്ള ശാപങ്ങൾ വിട്ടുപോകട്ടെ, കുട്ടികളുടെ മേൽ വേദനകൾ അറിയട്ടെ, കുട്ടികളുടെ മേൽ അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, പൈശാചിക പീഡകൾ കുഞ്ഞുങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ദുർബുദ്ധി, വികടചിന്ത, മറന്നിരിക്കുന്ന പ്രകൃതങ്ങൾ, മല്ലടിക്കുന്ന സ്വഭാവം, വിമത സ്വഭാവം, അനുസരണക്കേട് കുഞ്ഞുങ്ങളിൽ നിന്ന് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുസരണം ലഭിക്കട്ടെ, ഉണ്ടാകട്ടെ. സ്കൂളിൽ പോകാനുള്ള മടി മാറിപ്പോകട്ടെ, മടി മാറട്ടെ, പേടി മാറട്ടെ, അനുഭവം മാറട്ടെ, അന്ധകാര ചിന്തകൾ മാറിപ്പോകട്ടെ, ചീത്ത കൂട്ടുകെട്ട് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ, ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓരോ മകനും ഓരോ മകളും കൈകൾ കൂപ്പി കണ്ണടച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ബുദ്ധി അഭിഷേകം ചെയ്യണമേ. കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ദാസ
ദാസരിൽ നിറയണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ദാസരിൽ നിറയണമേ. എൻ്റെ പേര് സുനി. ഞാൻ ചാലക്കുടി പരിയാരത്തു നിന്ന് വരുന്നു. എനിക്ക് ഒരു 10 വയസ്സുള്ളപ്പം മുതൽ തുമ്മലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ തണുപ്പും ചൂടും എല്ലാം കിട്ടിയെങ്കിലും എനിക്ക് ഒരു പ്രാവശ്യം പോലും ഞാൻ തുമ്മിയിട്ടില്ല. എന്നും മൂക്കൊലിച്ച് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മൂക്ക് എന്നും അടഞ്ഞിരിക്കും. ഇങ്ങനെ വലിച്ചു കയറ്റി നടക്കലായിരുന്നു. ഇവിടെ വന്നിട്ട് എല്ലാ മണവും എനിക്ക് മണക്കാൻ സാധിക്കണു. എനിക്ക് ഒരു കുഴപ്പമില്ല. സ്മെല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്മെല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മണം എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, മണക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഈശോ ഇവിടെ വെച്ച് എന്ന് തുടങ്ങിയ ബുദ്ധിമുട്ടായത് കുട്ടിയായിരുന്നപ്പം മുതൽ 25 വർഷമായി. 25 വർഷത്തോളമായുള്ള ഈ രോഗപീഠ കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിച്ചപ്പോൾ ഈ മകളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി. കൈയടിച്ച് ഈശോയെ ആരാധിക്കാം. മിനി, കട്ടപ്പനയിൽ ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. എനിക്ക് 9 വർഷമായിട്ട് ശ്വാസം മുട്ടലിന് അസ്താലിൻ എന്ന ഗുളിക ഞാൻ വലിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ ജനുവരി മാസം ആദ്യത്തെ ആഴ്ചയിലത്തെ ധ്യാനം വന്ന് കൂടി. അതിൽ പിന്നെ ഇതുവരെ എനിക്കത് ഉണ്ടായിട്ടില്ല. 9 വർഷമായുള്ള ശ്വാസം മുട്ടൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇവിടെ നടന്ന ധ്യാനത്തിൽ പങ്കെടുത്ത് യേശു കർത്താവിനെ ആരാധിച്ചു. അതിനുശേഷം ഇന്ന് വരെ ആ ശ്വാസമുട്ടൽ ഈ മകളെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം.